മലബാർ മേഖലയിലെ സാഹചര്യം കൂടി നോക്കാം. ഈ മൺസൂൺ എത്തിയതോടെ മഴ ദുരിതങ്ങളും ഏറുകയാണ്. കോഴിക്കോട് 7 പേർക്കാണ് ഇടിമിന്നലേറ്റത്. പാലക്കാട് പെയ്ത കനത്ത മഴയിലുണ്ടായത് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ്. തൃശൂർ ജനറൽ ആശുപത്രിയുടെ മതിൽ ഇടിഞ്ഞു വീണു. ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കോഴിക്കോട്ടെ തിക്കോടി പയ്യോളി ദേശീയപാതയിലെ സർവീസ് റോഡിലെ സ്ഥിതിയാണിത്. മഴയൊന്ന് നിർത്താതെ പെയ്താൽ റോഡിലൂടെ നീന്തി വേണം പോകാൻ. ഇരിങ്ങത്ത് മരം കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു. പടിഞ്ഞാറ്റിടത്ത് മീത്തൽ ഗിരീഷിന്റെ വീടാണ് തകർന്നത്. വീട്ടിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കോഴിക്കോട് സൗത്ത് ബീച്ചിൽ ഇടിമിന്നലേറ്റ് 7 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ ഒരാൾ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഈ മതില് പണിയുമ്പോഴേലും മുമ്പേ ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തതാണ്. ഈ മതില് ഇത്രയും ഹെവി ആയിട്ടുള്ള മതില് പണിത് കൊണ്ടാണ് ഇത് ഇടിഞ്ഞു പൊടിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കിപ്പോൾ ഈ ബിൽഡിങ്ങിൽ ഇരിക്കാൻ യാതൊരു ധൈര്യമില്ല. ഏത് സമയത്ത് വേണമെങ്കിലും ഈ ബിൽഡിംഗ് ഇടിഞ്ഞു പൊടിഞ്ഞ് വീഴാം. കനത്ത മഴയിൽ തൃശൂർ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയുടെ മതിലിടിഞ്ഞു വീണു. പാലക്കാട് തൃത്താലയിലും വ്യാപക നാശനഷ്ടമുണ്ടായി. ആനക്കര, പരുതൂർ, തിരുമിറ്റക്കോട് മേഖലകളിലാണ് മഴ ദുരിതം. നിരവധി വീടുകളിലും കടകളിലും വെള്ളം കയറി. പടിഞ്ഞാറങ്ങാടിയിൽ കനത്ത മഴയിൽ വീടിന്റെ മതിലും കാർപോർച്ചിന്റെ ഒരു ഭാഗവും തകർന്നു വീണു. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.